ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗീ റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നിങ്ങൾ കൈമ റൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇവിടെ ഞാൻ കുക്കറിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച ശേഷം കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കഷ്ണം പട്ട, ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 വഴനയില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച 4 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത്, അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോയിലേക്കാണ് ആക്കിയത്. സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം 7 മിനിറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂനട്ടും റൈസൻസ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതേ രീതി. മറ്റേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.